ന്യൂസ് 16 കേരള. അമേരിക്കയിൽ 538 അനധികൃത കുടിയേറ്റക്കാർ അറസ്റ്റിൽ. നാടുകടത്തിയത് സൈനിക വിമാനത്തിൽ. തീവ്രവാദിയെന്ന് സംശയിക്കുന്ന ഒരാൾ ഉൾപ്പെടെ 538 അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു. നൂറുകണക്കിന് ആളുകളെ സൈനിക വിമാനം ഉപയോഗിച്ച് നാടുകടത്തിയെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണെന്ന് കരോലിൻ കൂട്ടിച്ചേർത്തു. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്ത ചിലരുടെ പേരുകളും അവർ ചെയ്ത കുറ്റകൃത്യങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബലാത്സംഗം, കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെയും നാടുകടത്തിയിട്ടുണ്ട്. നിരപരാധികളായ അമേരിക്കക്കാർക്കെതിരെ നികൃഷ്ടവും ഹീനവുമായ കുറ്റങ്ങൾ ചെയ്യുന്ന അനധികൃത കുടിയേറ്റക്കാർ ദേശസുരക്ഷയ്ക്കും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് ട്രംപ് ഒപ്പിട്ട സർക്കാർ ഉത്തരവിൽ പറയുന്നു. അതേസമയം അറസ്റ്റ് ഭീഷണിയുള്ളതിനാൽ കാലിഫോർണിയ, ഷിക്കാഗോ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കുടിയേറ്റക്കാരിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിക്ക് എത്തിയില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും അനധികൃത കുടിയേറ്റക്കാരാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. അതേസമയം നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തുന്നതിന് മുന്നോടിയായി മെക്സിക്കോ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. അതിർത്തിയിൽ അഭയാർത്ഥി കൂടാരങ്ങൾ പണിയാൻ ആരംഭിച്ചു. US സംസ്ഥാനമായ ടെക്സസിലെ എൽ പാസയോട് ചേർന്ന സ്യൂഡാസ് ഹാരസിലാണ് കൂടാരങ്ങൾ ഉണ്ടാക്കുന്നത്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്കനുസരിച്ച് അമേരിക്കയിൽ 11 ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാരുണ്ട്. ട്രംപ് ഭരണകൂടം അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുവെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.